വൃശ്ചികമാസ ആരാധനയുടെ നിറവിലേക്ക് ശബരിമല സന്നിധി നാളെ പ്രഭാതത്തിൽ ഉണരുകയാണ്. ഇന്ന് സായാഹ്നത്തിൽ ഭഗവാന്റെ തിരുനട തുറക്കുമെങ്കിലും പ്രത്യേക പൂജകളൊന്നും ഭഗവാന് അർപ്പിക്കുന്നില്ല. എന്നാൽ ഏറെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് നടക്കുന്നത് ആഴി തെളിയിക്കലാണ്. ആദ്യമായി കീഴ്ശാന്തി തൻ്റെ മുറിയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ച് മേൽശാന്തിയുടെ അരികിലെത്തുന്നു. അവിടെയും ദീപം തെളിയിച്ച് ഇരുവരും തന്ത്രിക്ക് മുന്നിലെത്തി തന്ത്രിയെ നമസ്കരിച്ച് എല്ലാവരും ഒത്തുചേർന്ന് ഭഗവാന്റെ സന്നിധിയിലേക്ക് നടന്നു നീങ്ങുന്നു. പോകും വഴി ഗണപതി ഭഗവാനെയും നാഗരാജാവിനെയും വന്ദിച്ച് ഭഗവാന്റെ തിരുനട തുറക്കുന്നു. തുടർന്ന് അനുഗ്രഹീതമായ മറ്റൊരു നിറ കാഴ്ചയ്ക്കാണ് ശബരിമല സാക്ഷ്യം വഹിക്കുന്നത്. തന്ത്രിവര്യനിൽ നിന്നും അനുവാദം വാങ്ങി നിയുക്ത മേൽശാന്തിയും പുതിയ കീഴ്ശാന്തിയും 18-ാം പടി ഇരുമുടി കെട്ടുകളില്ലാതെ ദീപവുമായി ഇറങ്ങി ആഴിയെ ലക്ഷ്യം വെച്ച് സഞ്ചരിക്കും. ഇത് കണ്ടു നിൽക്കുന്ന ഭക്തരെല്ലാം ആർപ്പുവിളികളോടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തെ നെഞ്ചോട് ചേർത്ത് മേൽശാന്തിയും കീഴ്ശാന്തിയും ചേർന്ന് തെളിയിക്കുന്ന ആ ദീപം ലോകത്തിന് മുഴുവൻ പ്രകാശം നിറയ്ക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം മേൽശാന്തിയും കീഴ്ശാന്തിയും 18-ാം പടിക്ക് കീഴെ സഞ്ചരിച്ചെത്തുമ്പോൾ അവിടെ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ശബരിമല മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിയും കാത്തുനിൽപ്പുണ്ടാവും. അവരെ സ്വീകരിച്ച് ഇരുമുടിക്കെട്ടുകളോടെ അവരും 18-ാം പടി കയറി മുകളിലെത്തുന്നു. ഭഗവാന്റെ സന്നിധിയിലെത്തിയ മേൽശാന്തിമാരെ തന്ത്രി കലശ അഭിഷേകം ചെയ്ത് മൂലമന്ത്രം ചൊല്ലിക്കൊടുത്ത് ഇനിയുള്ള ഒരു വർഷക്കാലം ഭഗവാനെ സേവ ചെയ്യുന്നതിനുള്ള ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നു. തുടർന്ന് നിയുക്ത മേൽശാന്തി ഭഗവാന്റെ സന്നിധിയിലെ തൻ്റെ അവസാന ദിവസത്തെ നിയോഗവും പൂർത്തിയാക്കി ഇരുമുടി കെട്ടുകളേന്തി 18-ാം പടി ഇറങ്ങി പോകുന്ന മടങ്ങുന്ന കാഴ്ച എല്ലാവരുടെയും മനസ്സിൽ സങ്കടം നിറയ്ക്കുന്ന ഒന്നാണെങ്കിലും വളരെ അധികം അനുഗ്രഹങ്ങൾ നിറച്ചാണ് ആ ശരീരം മനസ്സും ആ മണ്ണിൽ നിന്നും മടങ്ങുന്നത്. ഇതിനു ശേഷമാണ് വ്രതമെടുത്ത് ഭഗവാന്റെ സന്നിധിയിലെത്തിയ ഭക്തർക്ക് മുഴുവൻ ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നത്. ഇന്ന് ദർശനം ചെയ്യുന്ന എല്ലാ വിശ്വാസികൾക്കും യോഗനിദ്രയിലിരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കണ്ടു തൊഴാൻ കഴിയും എന്നൊരു ഭാഗ്യവും സിദ്ധിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.